ഹായ്, ഷജീസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് ലൈഫ് കോച്ചിങ്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം പലർക്കും സംശയമുണ്ട് എന്താണ് ഈ ലൈഫ് കോച്ചിങ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അത് വെൽനെസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷനാണ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൻ്റെ പല മേഖലകളായ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഹാപ്പിനെസ്, സ്പിരിച്വാലിറ്റി, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് പലപ്പോഴും പ്രതിസന്ധികൾ നേരിടാറുണ്ടല്ലേ. അവിചാരിതമായ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ വേട്ടയാടാറുണ്ടല്ലേ. ഇവയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരു സിലബസും ഇല്ലല്ലേ. നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കോഴ്സ് ആരും തന്നെ ചെയ്യുന്നില്ല അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആരോടാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു അറിവും ഇല്ല അല്ലേ. നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ തന്നെ ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിക്കണമെന്നുമില്ല, ശരിയല്ലേ. അങ്ങനെയാണ് നമുക്ക് ഒരു ലൈഫ് കോച്ചിൻ്റെ പ്രാധാന്യം ഉണ്ടാവുന്നത്. ഒരു ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ, അവർക്ക് നമ്മളെ എത്രമാത്രം സഹായിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു അതിരുകളുമില്ല. അത്രത്തോളം നമ്മുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റിയ ഒരാളാണ് ലൈഫ് കോച്ച്, ശരിക്കും എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഈ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മറ്റുള്ള മേഖലകളും കൂടി ഞാൻ പറയാം. അതിൽ നിന്നും എന്താണ് ഈ ലൈഫ് കോച്ചിങ്ങിന് ഡിഫറൻസ് ആയിട്ട് നിൽക്കുന്നത്, അതിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ്, അതിനേക്കാളും ഒക്കെ അപ്പുറത്തായിട്ട് എന്ത് പ്രത്യേകതയാണ് ലൈഫ് കോച്ചിങ്ങിന് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സൈക്കോളജിസ്റ്റ്, ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് എന്ത് സൊല്യൂഷനാണ് ലഭിക്കുന്നത്? ഒന്നുകിൽ ഒരു കൗൺസിലിംഗ് ലഭിക്കും, കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കും, ഇത് അങ്ങനെ ചെയ്തോളാൻ പറയും, അങ്ങനെ അങ്ങോട്ട് വിട്ടു അല്ലേ. നമ്മുടെ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നിങ്ങളൊരു ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യുവാണ്. നമുക്ക് പല കാര്യങ്ങളും മൈൻഡ് സെറ്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ലൈഫ് കോച്ച് എന്ന് പറയുന്നത് ഒരു കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ ഓരോ മേഖലയിലും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവിടെ ലൈഫ് കോച്ച് ഒരിക്കലും ഒരു അഡ്വൈസ് കൊടുത്തങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളിനെ നമ്മൾ ശരിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പഠിച്ച് അവർക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് സൊല്യൂഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി ആ സൊല്യൂഷൻ അവർക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കി അവരുടെ ഗോള് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു. നമ്മളല്ല ഗോള് സെറ്റ് ചെയ്യുന്നത്, അവനവൻ തന്നെയാണ് ഗോള് സെറ്റ് ചെയ്യാനുള്ളത്. കാരണം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അല്ലേ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ടാവും. ലൈഫ് കോച്ചിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ ടാലൻ്റ് എന്താണ് എന്ന് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് ഫുള്ള് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് അവരെ കൊണ്ട് ആ ഗോള് സെറ്റ് ചെയ്യിപ്പിച്ച് അതിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ലൈഫ് ഹാബിറ്റുകൾ നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മുടെ മൈൻഡിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയുള്ള ചിന്തകളാണ് മൈൻഡിനെ 100% ആക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത്, നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം A to Z നമ്മൾ കൂടെ ഇരുന്നിട്ട് നമുക്ക് ഓരോന്നും നമ്മൾ ഏതൊക്കെ രീതിയിൽ കൂടി നമ്മൾ കടന്നു പോകണം എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലൈഫ് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും ഒരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. എത്രയോ പേർക്ക് പേഴ്സണൽ സെഷൻസിൽ കൂടി ഒരുപാട് ജീവിത വിജയം നേടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ചില തോട്ടുകൾ മാറ്റിയാൽ തന്നെ ലൈഫ് മാജിക്കലി ചേഞ്ച് ആവുന്നത് കാണാം.
നമ്മൾ വിചാരിക്കുന്ന ഒരു തോട്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് ഹാബിറ്റുകൾ ചേഞ്ചായി ആ വീടൊരു സ്വർഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയും, ഉറപ്പായിട്ടും. അവിടെയാണ് ലൈഫ് കോച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ജീവിതത്തിൽ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ ഒരുപാട് സ്ട്രഗിളുകളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ്. എന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ജീവിതത്തിൽ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഉറപ്പായിട്ടും. അതിന് യാതൊരു ഡൗട്ടും അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. 100% പ്രൂവൺ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവിത വിജയം നേടിക്കൊടുത്ത ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിപ്പെടും. അവിടെ നമുക്ക് യാതൊരു വറീസിൻ്റെയും ആവശ്യമില്ല, യാതൊരു സ്ട്രഗിളിൻ്റെയും ആവശ്യമില്ല. ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്യുവർ മൈൻഡ് സെറ്റിൽ കൂടി, ഒരു മാജിക്കും അല്ല. ശരിക്കും നമ്മൾ അത് അപ്രോച്ച് ചെയ്യുന്ന, ചുരുക്കി പറഞ്ഞാൽ അവിടെ നമ്മുടെ ഒരു ലൈഫ് കോച്ചും ക്ലയൻറ്റുമായിട്ടുള്ള ഒരു ക്രിയേഷനാണ് നടക്കുന്നത്. ഒരിക്കലും ഒരു ലൈഫ് കോച്ച് എന്നിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നീ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ള ഒരു എന്താ പറയാനാ ആ ക്രിയേഷനാണത്. അവിടെ നമ്മളൊരു പുതിയൊരു ലൈഫ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുവാണ്. നമ്മുടെ ലൈഫിൽ തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് സംഭവിക്കുകയാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ആ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരാളിനോട് പറഞ്ഞു കൊടുക്കുന്നതല്ല, രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് രണ്ടുപേർക്കും ആ ക്ലയൻറ്റിന് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു അപ്രോച്ചിങ്ങിലൂടെ നമ്മൾ, അതുപോലെ ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയ ചില ക്ലയൻസ് ഉണ്ടല്ലോ, അവർക്ക് ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാൻ വയ്യാതെ സ്റ്റക്കായിരിക്കുന്ന ചില സിറ്റുവേഷൻ അവസരങ്ങളിൽ ഈ നമ്മുടെ കോച്ച് ക്ലയൻറ്റുമായിട്ടിരുന്ന് ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് അതിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്നൊരു റിക്കവറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ക്ലയൻറ്റിന് ലഭിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ജീവിതത്തിൽ എന്തോ ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരാൾ, ഒരു ജോലി നഷ്ടപ്പെട്ട ഒരാൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് അവർ എല്ലാ തരത്തിലും ഡിപ്രസ്ഡ് ആയിട്ട് വളരെയധികം വിഷമത്തോടെ അവരിയ്ക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെയുള്ള ഒരാൾ ഒരു ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ ലൈഫ് കോച്ചിന് കഴിയും. ജീവിതത്തിൽ ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്, പക്ഷേ സ്വന്തം കഴിവുകളെ അവർ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിലെ ഇൻമേറ്റ് ആയിട്ടുള്ള കഴിവുകളെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ അത് ഭൂരിഭാഗം ആൾക്കാർക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലയൻറ്റ് നമ്മുടെ ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒരു നിമിഷം പോലും പാഴാക്കാതെ അടുത്ത എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഈ ക്ലയൻറ്റിന് ഈ ലൈഫ് കോച്ചിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ക്ലയൻറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ വിത്തിൻ ഡേയ്സ് ആ മെൻറ്റാലിറ്റി മാറ്റിയെടുത്താൽ വിത്തിൻ ഡേയ്സ് നമുക്ക് ഒരു പുതിയ ജോലിയിലേക്ക് ആ ക്ലയൻറ്റിനെ കൊണ്ട് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ ജീവിത പർപ്പസ് എന്താണ്, ലൈഫ് പർപ്പസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപദേശിക്കാൻ പറ്റും. ചിലപ്പം ആ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പം സ്വന്തമായിട്ട് ബിസിനസ് ആയിരിക്കും അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ പല ജോലികളും ചെയ്ത് ഒരു ജോലിയിലും ഉയർച്ച ഉണ്ടാവാതെ എല്ലാ ജോലികളും ഇങ്ങനെ നഷ്ടപ്പെട്ട് അവർ വീട്ടിലേക്ക് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അവർക്ക് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലായിരിക്കും അവർക്ക് ഉയർന്ന നേട്ടങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ലൈഫ് പർപ്പസ് അറിയാതെ വല്ല ജോലിയിലും ചെന്ന് ചാടി അവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൈഫ് പർപ്പസ് ശരിയായില്ല എങ്കിൽ ആ ഫീൽഡിൽ നമുക്ക് ശോഭിക്കാൻ പറ്റില്ല, ആ ഫീൽഡിൽ നമുക്ക് ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലൈഫ് പർപ്പസ് നമ്മൾ കണ്ടെത്തണം. അതിനുള്ള ആ ലൈഫ് പർപ്പസ് കണ്ടെത്താനുള്ള ആ ഒരു പാത്ത് വേ എന്ന് പറയുന്നത് ഒരു ലൈഫ് കോച്ചിൻ്റെ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും.
നമുക്കറിയാൻ പറ്റും. നമ്മളൊരു ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലുകളെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഏത് മേഖലയാണ് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക, ഏത് മേഖലയിലാണ് ആ വ്യക്തിക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയുക എന്ന് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് ചെയ്ത് അവരെ ആ ഫീൽഡിലേക്ക് വിട്ട് ലൈഫ് പർപ്പസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ പിടിച്ചാക്കിയിട്ടില്ല. നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ആ മേഖലയിൽ നിന്ന് ഉയർന്ന് പോകാൻ പറ്റും. അത് മൈൻഡ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കുന്നേ നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ലൈഫ് കോച്ചിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ശരിയായിട്ടുള്ള വേയിൽ കൂടി നമുക്ക് മുന്നേ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഗോളുകൾ ഉണ്ടാവും. ഗോളുകൾ ഓൾറെഡി അവരുടെ മൈൻഡിലുണ്ടാവും, അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലരുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു 3 മന്ത്സിനുള്ളിൽ ഒരു 3 kg ബോഡി വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തണം. പിന്നെ അതുമല്ലെങ്കിൽ ഒരു 6 മന്ത് കൊണ്ട് അല്ലെങ്കിൽ 1 ഇയർ കൊണ്ട് എനിക്ക് 1 മില്യൺ സമ്പാദിക്കണം. അപ്പം ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഗോളുകൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ലായിരിക്കും, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും ഒരു ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവർ ശരിക്കും പറഞ്ഞാൽ ആ ലൈഫ് കോച്ച് എന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് അവരെങ്ങനെ ഓരോ അഡ്വൈസ് കൊടുക്കുന്നില്ല. അവരത് പഠിച്ചിട്ട് വന്നവരാണ്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ഗോളിലേക്ക് 1 മില്യൻ്റെ ഗോളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കണം അല്ലേ. അപ്പോൾ ഗോള് മാത്രം സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല. ആ ഗോളിലേക്കുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്. ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യലിനെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്താണ് ആ വ്യക്തിക്ക് ഏത് രീതിയിൽ കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ കൂടെ അവരെ ഗൈഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെയാണ് ഒരു ലൈഫ് കോച്ചിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മേഖലകൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഹാപ്പിനെസ്, സ്പിരിച്വാലിറ്റി, ഈ മേഖലയിലൊക്കെ ഒരു ലൈഫ് കോച്ചിൻ്റെ സേവനം. അതുപോലെ തന്നെ സ്മാർട്ട് ഗോൾ സെറ്റ്, അതായത് നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ പാസ്റ്റായിട്ടുള്ള വൂൺസ്, അതായത് പാസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതിനെയൊക്കെ നമുക്ക് മൈൻഡിൽ ഇങ്ങനെ ഹീൽ ചെയ്യാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് എങ്ങനെയാണ് ആ വൂണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ പാസ്റ്റിലുള്ള വൂൺസ് ഹീൽ ചെയ്യാത്ത രീതിയിൽ നമുക്കൊരിക്കലും പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ ആ മൈൻഡിൽ അത്രയും വൂൺസ് ഹീൽ ചെയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് അവിടെ പല പല തടസ്സങ്ങളും വരും. നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ഹെൽത്തിലാണെങ്കിലും നമ്മുടെ കരിയറിലാണെങ്കിലും മണി ബ്ലോക്കുകളായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രൈമറി ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പാസ്റ്റിനെ എല്ലാം നമ്മൾ ഹീൽ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ആ ഹീൽ ചെയ്ത് മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഹീൽ ചെയ്യാതെ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും എന്തൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ലൈഫ് കോച്ച് അല്ല ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ക്ലയൻ്റാണ് ചെയ്യേണ്ടത്. കാരണം ജീവിതത്തിൽ അവർക്ക് ഒരു ആക്റ്റീവായിട്ടുള്ള ചേഞ്ച് ആവശ്യമാണ് എന്ന് അവർക്ക് തന്നെ തോന്നണം. സ്വയം ചേഞ്ച് ആകാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നമ്മൾ ഇപ്പോൾ എനിക്ക് മുന്തിത്തള്ളി കൊണ്ടുവന്ന് ആരെങ്കിലും ലൈഫ് കോച്ചിങ്ങിന് കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരണം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തു. ഇപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഫ്രീഡത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി നമുക്കില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു. പക്ഷേ ഡെയിലി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് കൂടുതൽ വേഴ്സ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആർക്കാണ് ചേഞ്ച് വേണ്ടത്? ഇവിടെ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള എത്രയോ പേരുണ്ട്. ഇപ്പം ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ പറയണ്ട, ഈവൻ ക്യാൻസേഴ്സ്, ഇതൊക്കെ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ മൈൻഡ് പവർ കൊണ്ട് ഇതിനെല്ലാം നമുക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുമോ? ആരെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകുമോ?
പക്ഷേ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ മാറണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തയാണ്. ഇപ്പം എനിക്ക് മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണമല്ലോ. അത് വേറൊരാളും വന്ന് നമുക്ക് കമ്പൽ ചെയ്ത് ഫോഴ്സ് ചെയ്ത് എന്നെ മാറ്റാൻ പറ്റില്ല. ഞാൻ തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അത് ഇങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായി ഒരാൾ വന്നാൽ ആ ആളിനെ ജീവിതത്തിലെ റൊട്ടീൻ ഉൾപ്പെടെ, ഡെയിലി റൊട്ടീൻ ഉൾപ്പെടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകൾ ബൂസ്റ്റപ്പ് ആക്കി കൊടുത്ത് ചെറിയ ചെറിയ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് അവർ ശരിക്കും ഒരു ഫുൾ ടൈം ഒരു ഹാപ്പി എന്നുള്ള ലെവലിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് അവരൊരു അലൈൻമെൻറ്റിലേക്ക്, നമ്മൾ അലൈൻമെൻ്റ് എന്ന് പറയും, അലൈൻമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താ പറയാനാ വളരെ സ്പീഡപ്പായിട്ട് വളരെ സ്പീഡപ്പായിട്ട് ഞൊടിയിട കൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് അവർക്ക് ഓരോ കാര്യങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ ലൈഫ് കോച്ചിങ്ങിലെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് സെക്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് പേഴ്സണൽ സെഷനാണ്. പേഴ്സണൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും, അതായത് ലൈഫ് കോച്ചും ക്ലയൻറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഈ ഗ്രൂപ്പ് കോച്ചിങ്ങിലൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗ്രൂപ്പ് കോച്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരുപാട് പേര് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഗ്രൂപ്പ് കോച്ചിങ്ങിൽ കൂടി ഒരുപാട് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന, ഒരുപാട് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ ഈ കോഴ്സിലൊന്നും വന്നില്ലെങ്കിൽ പോലും വീഡിയോസ് മാത്രം കേട്ടും കൊണ്ട് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എപ്പോഴും ഇഫക്റ്റീവായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു ലൈഫ് കോച്ചിൻ്റെ സർവീസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് പേഴ്സണൽ സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ലൈഫ് കോച്ചും ക്ലയൻറ്റും മാത്രമേ കാണുള്ളൂ. അതായത് അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ക്ലയൻറ്റുമായിട്ട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാനും ലൈഫ് കോച്ചുമായിട്ട് ക്ലയൻറ്റിനും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാനും അവർക്കെല്ലാം തുറന്ന് പറയാനുള്ള ഒരു എന്താ പറയാനാ, നമുക്ക് ഗ്രൂപ്പിലിരുന്നിട്ടെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശരിക്കും ഈ ക്ലയൻറ്റിന് അവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു അവസരവും കൂടി അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ക്ലയൻറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് അവർക്ക് ഒരു ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യൂണിക്നെസ് ഉണ്ടല്ലേ, ആ ഒരു യൂണിക്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ക്ലയൻറ്റിനെ നമുക്ക് അവരുടെ ഗോളിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് പേഴ്സണൽ സെഷൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഗ്രൂപ്പ് കോച്ചിങ്ങിലേക്ക് നിങ്ങൾ വന്നാൽ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിലുണ്ടാകും. ഗ്രൂപ്പ് ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. പക്ഷേ അവിടെയും നമുക്ക് അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടിയെടുക്കാൻ പറ്റും. കാരണം ഈ പേഴ്സണൽ സെഷൻസ് എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഗ്രൂപ്പ് സെഷൻസ് എന്ന് പറയുന്നത് കുറച്ച് പ്രൈസ് കുറവായിരിക്കും തീർച്ചയായിട്ടും. നമ്മളിപ്പം ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടിയതായിട്ടുള്ള നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും അവരതിനനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് 100% അവരുടെ ലൈഫ് സക്സസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ശരിക്കും നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ആ പ്രാക്ടീസുകളും ചെയ്ത് മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ഗോളും ഒക്കെ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്കുള്ള ആക്ഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. ഈവൻ 0 ബാലൻസിൽ നിന്നും തുടങ്ങിയിട്ട് മില്യണിയർ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ സ്റ്റുഡൻസാണ് നമുക്ക് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ സക്സസ് സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. കാരണം അവർക്ക് നമ്മുടെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ഗൈഡൻസിലൂടെ അവർക്ക് പോയിട്ട് അവർക്ക് ജീവിതത്തിൽ ഇത്രയൊക്കെ നേടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കും എപ്പോഴും ഉണ്ടാവും അല്ലേ. അപ്പം എന്താണെങ്കിലും ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൂടി വന്ന് ചോദിക്കുക. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഒരു ഫാമിലി മെമ്പറായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺ വിത്ത് ഷജീസ് വ്ലോഗ്സ്. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ.